എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് UK-യിൽ വന്നിട്ടുള്ള ചില മാറ്റങ്ങളെക്കുറിച്ചാണ്. കുടിയേറ്റത്തിനും അതിർത്തി സംവിധാനത്തിനുമുള്ള നികുതിദായകരുടെ ധനസഹായം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിൽ പുതിയ നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് UK സർക്കാർ. 2025 ജനുവരി 16 പാർലമെന്റിന് മുന്നിൽ സമർപ്പിച്ച മാറ്റങ്ങളിൽ ഇമിഗ്രേഷൻ, ദേശീയ സേവനങ്ങളുടെ ഫീസ് വർദ്ധിപ്പിക്കാനാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇമിഗ്രേഷൻ ബോർഡർ സിസ്റ്റത്തിൽ ഗവൺമെൻറ് ചെലവഴിക്കേണ്ട തുക കുറയ്ക്കുകയും അതുവഴി ചെലവുകൾ നികത്താൻ നികുതിദായകരുടെ ഫണ്ടിങ്ങിൽ കുറവ് ആശ്രയിക്കുക എന്നതാണ് ഈയൊരു വർധനവ് കൊണ്ട് ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത്. കൂടാതെ UK ഹോം ഓഫീസ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് നിർദ്ദിഷ്ട മാറ്റങ്ങൾ വഴി നിരവധി ഇമിഗ്രേഷൻ, ദേശീയ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും ഫീസ് വർദ്ധിപ്പിക്കാൻ സർക്കാരിനെ അനുവദിക്കുന്നു. ഈ ക്രമീകരണങ്ങൾ സിസ്റ്റത്തിൽ അധിക വരുമാനം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് സർക്കാർ കൂടുതൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. കൂടാതെ ഇത് അംഗീകരിക്കപ്പെട്ടാൽ മാറ്റങ്ങൾ കൊണ്ട് പ്രതിവർഷം 269 ദശലക്ഷം പൗണ്ട് കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ അതായത് ETA, സ്പോൺസർഷിപ്പിൻ്റെ സർട്ടിഫിക്കറ്റുകൾ, ദേശീയത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഫീസ് വർധന ഉൾപ്പെടെയുള്ള മാറ്റങ്ങളാണ് പുതിയ നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു ETA-യുടെ ഫീസ് 16 പൗണ്ടായി ഉയരും. അതേസമയം ഒരു സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റിൻ്റെ ചിലവ് 525 പൗണ്ടായി വർദ്ധിപ്പിക്കുകയും കൂടാതെ ഒരു ബ്രിട്ടീഷ് പൗരൻ എന്ന നിലയിൽ സ്വദേശീയവൽക്കരണത്തിനുള്ള ഫീസ് 1605 പൗണ്ടായി ഉയർത്തുകയും ചെയ്തു. ഒരു ബ്രിട്ടീഷ് വിദേശ പ്രദേശങ്ങളിലെ പൗരൻ എന്ന നിലയിൽ സ്വദേശീവൽക്കരണത്തിനുള്ള ചെലവ് 1070 പൗണ്ടായി വർദ്ധിപ്പിക്കുന്നു. അതേസമയം നികുതിദായകരുടെ ഫണ്ടിങ്ങിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും ഇമിഗ്രേഷൻ സംവിധാനത്തിൻ്റെ സുസ്ഥിരത ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയാണ് ഈ ഫീസ് വർധനവെന്ന് രേഖപ്പെടുത്തുന്നു. ഇമിഗ്രേഷൻ, ദേശീയത എന്നിവയുമായി ബന്ധപ്പെട്ട് ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഒരു ശ്രേണിക്ക് ഫീസിലെ ഈ ക്രമീകരണങ്ങൾ ബാധകമാവുകയും ചെയ്യും. മാറ്റത്തിനായുള്ള ഗവൺമെൻറ്റിൻ്റെ വിശാലമായ പദ്ധതിയുടെ ഭാഗമായി ETA-കൾ ഏർപ്പെടുത്തുന്നത് ഇമിഗ്രേഷൻ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്യും. ഓരോ വർഷവും UK അതിർത്തി നിയന്ത്രണത്തിലൂടെ കടന്നുപോകുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഡിജിറ്റൽ ETA സംവിധാനം വേഗത്തിലും സുരക്ഷിതവുമായ പ്രക്രിയയിൽ നൽകുമെന്നാണ് ഹോം ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. കൂടാതെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം അതിർത്തി പ്രക്രിയയും നവീകരിക്കാനാണ് ഈയൊരു സംവിധാനം കൊണ്ട് ലക്ഷ്യമിടുന്നത്. വ്യോമയാന വ്യവസായം ഉന്നയിച്ച ആശങ്കകൾക്ക് മറുപടിയായാണ് എയർ സൈഡിൽ തുടരുകയും UK അതിർത്തി നിയന്ത്രണത്തിലൂടെ കടന്നുപോകാതിരിക്കുകയും ചെയ്യുന്ന യാത്രക്കാർക്ക് താത്കാലിക ഇളവ് നൽകാൻ സർക്കാർ തീരുമാനിച്ചത്. കൂടാതെ ഹീത്രോ, മാഞ്ചസ്റ്റർ വിമാനത്താവളങ്ങളിൽ ഈ ഇളവ് ഉടൻ തന്നെ ബാധകമാക്കുകയും ചെയ്യും. കാരണം നിലവിൽ ട്രാൻസിറ്റ് സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന UK വിമാനത്താവളങ്ങൾ ഇവ രണ്ടുമാണ്. കൂടാതെ സർക്കാർ അതിൻ്റെ ആഘാതം നിരീക്ഷിച്ചുകൊണ്ട് ഇളവ് അവലോകനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുപോലെയുള്ള അപ്ഡേറ്റുകളിൽ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.